ഹലോ ഗൈസ്. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ മടിയുള്ളൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ടാസ്ക് തന്നെയാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ഇവിടെ കണ്ടോ, ഞാൻ ആകെ വാരി വലിച്ചിട്ടിരിക്കുകയാണ്. മുഴുവൻ ഡ്രസ്സുകളാണ്. എനിക്കിതൊക്കെ ഒന്ന് എൻ്റെ വാർഡ്രോബിൽ സെറ്റ് ചെയ്യണം. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ടാസ്ക് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഇത് എന്ന് വെച്ചാൽ ഞാൻ എൻഗേജ്മെൻറ്റിൻ്റെ ടൈമിൽ മുഴുവൻ സെറ്റ് ചെയ്ത് വൃത്തിയാക്കി വെച്ചതായിരുന്നു. പക്ഷേ പിന്നീട് നമ്മൾ ഓഫീസിലേക്ക് പോകുമ്പോൾ വരി വലിച്ചിടുക, എടുത്തിടുക, പോരുക, ആ ഒരു രീതിയാണല്ലോ. അപ്പോൾ പിന്നീട് അതിലേക്ക് ശ്രദ്ധിക്കാനും ടൈം കിട്ടിയില്ല. പിന്നെ മടിയും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ടൈമും എല്ലാം ഒത്തു വന്നത് ഇപ്പോഴാണ്. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് നടക്കിയാലോ. ഓക്കെ, ഞാൻ ആദ്യം തന്നെ വിചാരിക്കുന്നത് എൻ്റെ ഏറ്റവും നേരത്തെ റോയിൽ ഞാൻ എൻ്റെ കുറച്ച്, അതായത് ഞാൻ വല്ലപ്പോഴും യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഫംഗ്ഷൻ അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ മാത്രം യൂസ് ചെയ്യുന്ന ഡ്രസ്സുകൾ നേരെ വെക്കാം. പിന്നെ താഴെയായിട്ട് എൻ്റെ ഓഫീസിൽ ഞാൻ എന്നും ഇടുന്ന ടൈപ്പ് ഓഫ് ഡ്രസ്സുകൾ വെക്കാൻ വെച്ചു. അപ്പോൾ ഇതിൽ ആദ്യം വന്നത് ഞാൻ ഒറ്റ പ്രാവശ്യം ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇതൊരു ചുരിദാറാണ് കേട്ടോ. ഇത് എനിക്ക് കളർ വലിയൊരു ലൈക്കില്ല, എന്നാലും ഒരു പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ. ഇനി ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എടുക്കാം. ആക്ച്വലി ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ കാലാണ്, ഈ ചുരിദാറിൻ്റെ കാല്. ഇപ്പം ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തൊക്കെ വെക്കും. പിന്നെ നാളെ കഴിഞ്ഞ് അടുത്ത ആഴ്ച ഒക്കെ ഓരോരോ ഭാഗത്തായിരിക്കും. പിന്നെ കാലൊക്കെ കാലം നമുക്ക് അടുത്ത സെറ്റ് ചെയ്യും. പിന്നെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചുരിദാർ ഉണ്ടായിരുന്നല്ലോ, അതിലൂടെ കാണുന്നില്ല ഗൈസ്. ആൻഡ് ഫൈനലി എനിക്ക് ഉള്ളിൽ കിട്ടി എൻ്റെ ഫേവറേറ്റ് ചുരിദാർ. എനിക്ക് കാണിക്കാൻ സമാധാനമില്ല. ഇതാണ് കേട്ടോ ചുരിദാർ. ഭയങ്കര ഇഷ്ടപ്പെട്ട ചുരിദാറാണ്. ഇത് ഞാൻ കാണിക്കാനുള്ള ഒരു ധൈര്യം നമുക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ചെറുതൊക്കെ കാണിക്കുന്നുള്ളൂ. ഇത് എനിക്ക് വേറെ ഒരു പ്ലാസോൻ്റെ സെറ്റാണ് കേട്ടത്. ഇത് സ്ലീവ്ലെസ് ആണ്. സ്ലീവ്ലെസ് ഞാൻ ഇതെൻ്റെ കസിൻ്റെ വെഡിങ് റിസപ്ഷന് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്നാണ് ഞാൻ ഇട്ടുള്ളൂ. സ്ലീവ്ലെസ് എനിക്ക് ഇടുമ്പോൾ ഞാൻ അത്ര അങ്ങോട്ട് കംഫർട്ടല്ല. അപ്പോൾ അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു. പക്ഷേ പിന്നീട് എനിക്ക് പറ്റിയതല്ല. ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ സെറ്റ് കാണിക്കില്ല. എനിക്ക് വേറെ ഒരു മടക്കി വെച്ചിട്ടുണ്ടാകും. ഇതാണ് ആ ഒരു ബ്ലൗസ് വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു റോ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി എൻ്റെ ഓഫീസ് വേഴ്സ്, ഞാൻ ഓഫീസിൽ പോകുമ്പോൾ മാത്രം ഇടുന്ന കുറച്ച് ഡ്രസ്സുകളുണ്ട്. അപ്പോൾ അത് നമുക്ക് ആദ്യം പഠിക്കാം. ആൻഡ് ഫസ്റ്റ് വൺ ഇതാണ്. ഇത് എനിക്ക് എൻ്റെ ബുദ്ധി ഗിഫ്റ്റ് ചെയ്തത് എൻ്റെ ബർത്ത്ഡേക്ക്. അപ്പം ആ ഡ്രസ്സാണ്. ഇത് നമുക്ക് കാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഓഫീസിലൊക്കെ ഇടാറുണ്ട്. ഫ്ലോർ പ്രിൻ്റൊക്കെ വന്നിട്ട് നല്ല ഡ്രസ്സ്. പിന്നെ ഏകദേശം ഒട്ടുമിക്ക എല്ലാ ടോപ്സും വീഡിയോസിലൊക്കെ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും. പ്രത്യേക ഒരു പരിചയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ച അടിപൊളി വർത്ത് ആയിട്ടുള്ള ഒരു ടോപ്പായിരുന്നു. ഇതും അതിൽ കൂടി ഒരു എണ്ണം കൂടി ഉണ്ടായിരുന്നു. 250 ആ ഒരു റേഞ്ച്. ഈ ഡ്രസ്സ് ഇതെന്ന് പറയുന്നത് എനിക്ക് ഞാൻ ഒറ്റ തവണ 2 തവണ ഞാൻ ഇട്ടിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ ഇട്ടിട്ടേ ഇല്ല. ഇടാൻ ഞാൻ പോകുന്നില്ല. കാരണം എനിക്ക് ഇട്ടിട്ട് എനിക്ക് എന്തോ എനിക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നാത്തൊരു കുർത്തിയുണ്ട്. ഞാൻ സ്ട്രീറ്റ് വാങ്ങിച്ചായിരുന്നു. ഇത് അത്രയും ഞാൻ നേരത്തെ തന്നെ ആ ഡ്രസ്സ് കിട്ടി. ഞാൻ നേരത്തെ ഒരു മീഷോ നിർത്ത കുർത്തി പറഞ്ഞിട്ടില്ലായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ എടുത്തൊരു ഷോർട്ട് കുർത്തിയാണത്. ഇത് തോന്നുന്നു എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ഇട്ട ഒരു ഡ്രസ്സാണത്. പിന്നെ ഇത് എൻ്റെ അനിയത്തി, എൻ്റെ സിസ്റ്റർ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ഒരു ക്രോപ്പ് ടോപ്പാണ്. എനിക്ക് ഭയങ്കര എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റുള്ള വേറൊരു ഡ്രസ്സാണ്. അങ്ങനെ ഞാനിതൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാ ഡ്രസ്സും നമ്മൾ അടുക്കി ഇതിലേക്ക് ആക്കിയിട്ടുണ്ട്. എനിക്ക് എൻ്റെ വലിയ വൃത്തിയൊന്നുമില്ല മടക്കിയത്. കാരണം എനിക്ക് മടക്കാൻ വലിയ രീതിയിൽ അറിയില്ല. ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ മടക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് എത്ര ദിവസത്തേക്കാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.